രാജ്ഭവനിലെ ഒരു പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു ആ ചടങ്ങ്. എൻ്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. ഇത് പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി ആ ചടങ്ങ് ബഹിഷ്കരിച്ചു എന്ന വിവരമാണിപ്പോൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അല്പസമയത്തിനകം ചേരും. ഈ രാജ്ഭവനിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട ഉള്ള ബഹിഷ്കരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് എന്ന് വിശദീകരിച്ചിരുന്നു. മന്ത്രി പി പ്രസാദ് പറഞ്ഞത് തന്നെയാണ് എൻ്റെയും നിലപാടെന്ന്, സർക്കാരിൻ്റെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷഫീദ് ചേരുന്നുണ്ട്. ഷഫീദ്, അദ്ദേഹം ആ ചടങ്ങിന് അവിടെ എത്തിയ ശേഷമാണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, അതോ അദ്ദേഹം അങ്ങോട്ട് പോകാതെ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തി അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുകയാണോ? എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, അസാധാരണമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഈ RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം അത് മാറ്റണം, ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് മാറ്റണം എന്നുള്ളത് സർക്കാർ നിലപാടായിരുന്നു. മന്ത്രി പി പ്രസാദിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ ആ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാജ്ഭവനിൽ വെച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജപുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഭാരതാംബയുടെ വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രം അത് മാറ്റാൻ തയ്യാറായില്ല. അത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണെന്ന് സർക്കാർ നിലപാട് മുൻപേ എടുത്തതാണ്. അത് മാറ്റാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചൊരു പ്രസ്താവനയും നടത്തി മന്ത്രി വി ശിവൻകുട്ടി ആ ചടങ്ങ് ബഹിഷ്കരിച്ചത്. എന്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരും രാജ്ഭവനും രണ്ട് തട്ടിൽ നിന്നുള്ള യുദ്ധം അത് തുടരുന്നു. ഭാരതാംബ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പിന്നോട്ടില്ല എന്നുകൂടി അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള മറ്റു താല്പര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ തുറന്ന നിലപാടെടുക്കുകയും ചെയ്തു. അതായത് ഈ RSSന്റെ ഇതിപ്പോൾ മുഖ്യമന്ത്രി അക്കൂട്ടത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഗവർണറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരിപാടിയിൽ, സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ആ ചിത്രമോ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളോ ഉപയോഗിക്കില്ല എന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. സർക്കാരിന്റെ ആശ്രമം വിജയിച്ചു. അതിനുശേഷമാണ് പൊതുവായി സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ ഇത് അത്തരമൊരു പരിപാടിയായിരുന്നു, മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷേ അതിൽ ഈ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചടങ്ങ് അതേ നിലയിൽ പുഷ്പാർച്ചനയും ഒക്കെ അതിൻ്റെ ഭാഗമാക്കിയിരുന്നു എന്നാണോ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഗവർണർ വിശദീകരിച്ചത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ, എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ. വിജയകുമാർ, ഈ വിഷയത്തിൽ ഇതുവരെയും ഔദ്യോഗികമായി രാജ്ഭവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഈ വിഷയത്തിൽ വ്യക്തതയോടെ തന്നിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞൊരു കാര്യമാണ്, ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഇത്തരം ചിത്രങ്ങൾ ഒഴിവാക്കും എന്ന് രാജ്ഭവൻ ഉറപ്പ് നൽകിയത്, അല്ലെങ്കിൽ ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ പരിപാടി, ഇന്ന് നടന്ന പരിപാടി, അത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ വിതരണം, അത് സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടി തന്നെയാണ്. ആ പരിപാടിയിലാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് വീണ്ടും ഒരു ബഹിഷ്കരണ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നത്. അല്പസമയത്തിനുള്ളിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആ ശീതയുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള തോന്നൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് സർക്കാരിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ രീതിയിൽ രാജ്ഭവനിൽ നിന്നൊരു ചടങ്ങൊക്കെ ബഹിഷ്കരിച്ച് സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി പോകുന്നത് സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും. മാത്രമല്ല, വരും ദിവസങ്ങളിൽ രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോക്ക് എങ്ങോട്ട്, എങ്ങനെ, ഏത് രീതിയിൽ, ഇത്തരത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ അത്തരത്തിൽ ഇപ്പോൾ മന്ത്രിമാരടക്കം ഉന്നയിക്കുന്ന വിഷയം, ഈ അവിടെ ഇരിക്കുന്ന ഭാരതാംബയിൽ കാണിക്കുന്ന രാജ്യത്തിന്റെ ഭൂപടം അത് യഥാർത്ഥത്തിലുള്ള ഭരണഘടനാപരമായ ഭൂപടമല്ല എന്ന ഗുരുതര പ്രശ്നം കൂടി പറയുന്നുള്ളൂ മന്ത്രിമാർ. അപ്പോൾ അത് ഒഴിവാക്കുമെന്ന് ഗവർണർ പറഞ്ഞത് പ്രകാരമാണോ മന്ത്രി അങ്ങോട്ടേക്ക് പോയത്? അത് ഒഴിവാക്കാത്തത് കൊണ്ടാണോ എൻ്റെ രാജ്യം ഇന്ത്യയാണ്, ഭരണഘടന എൻ്റെ രാജ്യത്തിന് നട്ടല്ലാണ്, മറ്റൊരു രാഷ്ട്രസങ്കല്പം അതിന് മുകളിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത്? ഷഫീദ്, ഹാഷ്മി, ഇക്കാര്യത്തിലൊരു യാഥാർത്ഥ്യം, സാധാരണഗതിയിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അത് രാജ്ഭവനിൽ നടക്കുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കാറ്. അതിൽ ഏറ്റവും പ്രധാനമായി മന്ത്രിയുടെ ഓഫീസും രാജ്ഭവനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറ്. സാധാരണഗതിയിൽ നിലവിൽ ഇപ്പോൾ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടി അത് സംഘടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ മന്ത്രിയുടെ ഓഫീസും കരുതിയിരുന്നത്. അങ്ങനെയാണ് മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. പക്ഷേ ആ പരിപാടിയിൽ എത്തിയതിനു ശേഷമാണ് ആ വിഷയത്തിൽ ആ വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രം അവിടെയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ, അത് ഈ രാജ്ഭവനിലെ പ്രധാനപ്പെട്ട ഹാളിൽ ആ ചിത്രങ്ങളുണ്ട്, അതിന് മുൻപിൽ വെച്ചാണ് ഈ പരിപാടി എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് ഈ നിലപാട് അത് പരസ്യമായി പറഞ്ഞ ശേഷം മന്ത്രി രാജ്ഭവനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിക്കുന്നത്. സ്വാഭാവികമായും അത് സർക്കാർ നിലപാടാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കൃഷി വകുപ്പിന്റെ പരിപാടി അത്
അത് വിവാദമുണ്ടായതിനു ശേഷം നമ്മൾ കണ്ടതാണ്. ആ വിവാദ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ തിരികൊളുത്തിയ ശേഷം ഗവർണർ ഈ ചിത്രങ്ങളൊക്കെ രാജ്ഭവൻ പങ്കുവച്ചൊരു വെല്ലുവിളി അതുകൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ രണ്ട് തട്ടിൽ ചില വെല്ലുവിളികൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ഇന്നിപ്പോ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPM RSS ബന്ധത്തെക്കുറിച്ച് പറഞ്ഞൊരു പരാമർശം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുന്നുണ്ട്. ആ രാഷ്ട്രീയ ചർച്ച നിലമ്പൂരിലെ ഏറ്റവും ലാസ്റ്റ് ഫേസിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി നേർക്കുനേർ ബന്ധമില്ലെങ്കിലും ഇനിയിപ്പോൾ യാദൃശ്യമാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഈ RSS ഭാരതാംബയെ ബഹിഷ്കരിക്കുന്ന സമയത്ത് നിൽക്കുന്നുണ്ട്. ഷഫീദ്, ഹാഷ്മി, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല പലതരത്തിലുള്ള ചർച്ചകൾ അനുബന്ധമായി ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. RSS ബാന്ധവം അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിനെ കടന്നാക്രമിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടി സ്വാഭാവികമായും വളരെ ആക്സിഡന്റലായി സംഭവിച്ച ഒരു കാര്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. പക്ഷേ അതിന് വലിയ രാഷ്ട്രീയ വിവക്ഷയുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മാത്രമല്ല ഇനി ഇക്കാര്യത്തിൽ ഹാഷ്മി അറിയേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുമായി പരിപാടിയെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ രാജ്ഭവൻ ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസാണ് വിശദീകരിക്കുന്നത്. രണ്ട്, എന്താണ് ഈ വിഷയത്തിൽ രാജ്ഭവന്റെ തുടർ നിലപാട്? ആ ചിത്രം എടുത്തു മാറ്റാത്തത് അത് ഏത് സാഹചര്യത്തിലാണ്? അതിനപ്പുറത്തേക്ക് കാശ്മീരിൽ ഒരു രാഷ്ട്രീയ വിമർശനം അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയമായി മാറുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വിമർശനം, രാജ്ഭവനെതിരെയുള്ള വിമർശനം അത് കുറച്ച് കടന്നുപോയി എന്ന് കരുതുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. സ്വാഭാവികമായും അത് ഏതെങ്കിലും തരത്തിൽ രാജ്ഭവനെയോ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെയോ ചൊടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമായി വരുന്നു. ഇക്കാര്യത്തിലൊക്കെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം അല്പസമയത്തുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്ഭവന്റെയോ അല്ലെങ്കിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന്റെയോ ഒരു വിശദീകരണവും ഇതുവരെ വന്നിട്ടില്ലല്ലോ. എന്താണ് അത് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് രാജ്ഭവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരിപാടിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല. അതിപ്പോൾ അവിടുത്തെ സ്വകാര്യ ചടങ്ങുകൾ, ഇപ്പോൾ രാജ്ഭവനിൽ ഒരു സ്വകാര്യ ചടങ്ങ് നടന്നാൽ അവിടെ അത് എന്താണോ അതിൻ്റെ രീതി അത് നടക്കട്ടെ, പക്ഷേ ഒരു പൊതുപരിപാടിയിൽ അത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. അത് രാജ്ഭവന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്ന്. അപ്പോൾ ആ പ്രസ്താവനയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനിടെയാണ് മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം അത് ബഹിഷ്കരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് രാജ്ഭവനും മന്ത്രിയുടെ ഓഫീസും വൈകാതെ വിശദീകരിക്കുമെന്ന് നമുക്ക് കരുതാം അല്ലേ, പ്രതീക്ഷിക്കാം അല്ലേ? വിജയമോഹൻ, അല്പസമയത്തിനുള്ളിൽ നമുക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമാകും. അദ്ദേഹം അല്പസമയത്തുള്ളിൽ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച ശേഷം അദ്ദേഹത്തിന്റെ അനക്സ് ഓഫീസിലേക്ക്, സെക്രട്ടേറിയറ്റിലെ അനക്സ് ഓഫീസിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചത് തന്നെ ഇക്കാര്യത്തിലെ പോയിന്റ്, അതായത് ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ രാജ്ഭവൻ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞു, അതായത് വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞതായി രാജ്ഭവൻ ഇതുവരെയും കോട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല രാജ്ഭവന്റെ ഔദ്യോഗിക വിശദീകരണവും വന്നിട്ടില്ല. ഇതുവരെയും ആ വിഷയം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഒക്കെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, കൃഷിമന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ളവരാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അത് നിലവിൽ ഇതുവരെയും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ വിമർശനം അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് RSSന്റെ ഏതെങ്കിലും ശാഖ നടത്തിപ്പായി അതിനെ സംവിധാനങ്ങളെ മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ രാജ്ഭവനെയോ ഗവർണറെയോ ചൊടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയും വ്യക്തതയില്ല. ഏതായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം അല്പസമയത്തിൽ ഉണ്ടാകും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അസാധാരണമായ ഒരു സംഭവമാണ്. രാജ്ഭവനിലേക്ക് ഒരു പരിപാടി പങ്കെടുക്കാൻ ഒരു ക്യാബിനറ്റ് മന്ത്രി എത്തുന്നു. അതിനുശേഷം ആ പരിപാടിയിൽ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് പരിപാടി ബഹിഷ്കരിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ നിന്ന് മടങ്ങി